ശേഷം ഇന്ന് സത്യപ്രതിജ്ഞ. നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ 30 പേർ മന്ത്രിമാരാകും. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ കൂട്ടത്തല്ല്. ചേരിതിരിഞ്ഞ് തല്ലിയത് അയൽവാസികൾ. വേണ്ടാത്ത പണിക്കല്ലോ. 6 പേർക്ക് പരിക്ക്. സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്നിറങ്ങും. എതിരാളികൾ ഗോവ. മത്സരം രാവിലെ ഡെക്കാൻ അരീന ടർഫ് ഗ്രൗണ്ടിൽ. മഴയിൽ മുങ്ങിയ ഗാബ ടെസ്റ്റിൽ ഇന്ന് 2ാം ദിനം. തുടക്കത്തിലെ 2 ഓസീസ് വിക്കറ്റുകൾ വീഴ്ത്തി ബുംറ. ദാരുണം. പത്തനംതിട്ട കോന്നി കൂടലിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. വീട് ഇതാ. നമ്മള് 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാ എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്നേ കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേന് അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ അയ്യപ്പന്മാര്. കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങള് പെട്ടെന്ന് കൊച്ചിനെ ജീവനോടുകൂടെ കൊണ്ടുവന്നു. കോന്നി അവര് പറഞ്ഞ 108 മാറ്റിയപ്പോഴത്തേനും മരിച്ചെന്ന്. കൂടുതൽ വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, അതിദാരുണമായ ഒരു സംഭവം. രാവിലെ എത്ര മണിക്കാണ് ഈ അപകടം നടന്നത്? എന്താണ് വിവരങ്ങൾ? അശ്വതി, പുലർച്ചെ 4 മണിക്കാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ കോന്നി മുറിഞ്ഞകൾ സ്ഥലത്ത് വെച്ചാണ് അയ്യപ്പന്മാരുടെ തീർത്ഥാടക വാഹനവും കാറും ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത്. എന്തായാലും 4 പേരാണ് മരിച്ചത്. അപകടത്തിൽ ആ പ്രധാന 4 പേരും പത്തനംതിട്ട മുറിഞ്ഞകൾ സ്വദേശികളാണ്. മല്ലശ്ശേരി സ്വദേശികളാണ്. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി പി ജോർജ്, ബിജു പി ജോർജ്, ഒപ്പം അനു, നിഖിൽ എന്ന് പറയുന്ന 4 പേരാണ്. ഒരു കുടുംബത്തിൽ 4 അംഗങ്ങളാണ് ഈ അപകടത്തിൽ മരിച്ചത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്ത എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ കഴിയും. സ്ഥിരം അപകടം ഉണ്ടാകുന്ന മേഖലയാണ് ഇവിടെ. ആ പ്രദേശത്ത് നിയന്ത്രണം വിട്ടാണ് ഈ കാറ് തീർത്ഥാടകരുടെ ബസ്സിലിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാർ ആണ് ആ സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും സംഭവ സ്ഥലത്ത് തന്നെ നിഖിലും അതുപോലെ തന്നെ ബിജു പി ജോർജും മത്തായിയും മരിച്ചിരുന്നു. അനുവിനെ പിന്നീട് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണം സംഭവിച്ചത്. എന്തായാലും 4 പേരും ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ എത്തിയതിനു ശേഷം കാറ് വെട്ടിപ്പൊളിച്ചാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. സങ്കടകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ നവംബർ 30-നാണ് അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം കഴിച്ചത്. അവരുടെ ഹണിമൂണിനായി മലേഷ്യ പോയതാണ്. തിരിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ 2 പേരുടെയും രക്ഷിതാക്കള് കാർ ഓടിച്ചത്. അതായത് മത്തായി ജോർജും ഒപ്പം ബിജുവും 2 പേരും തിരുവനന്തപുരത്ത് പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. കാനഡയിൽ ജോലി ഉള്ള ആളാണ് ഈ മരിച്ച നിഖില്. എല്ലാം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത സഭയും ആളുകളുമായും രാഷ്ട്രീയ സാമൂഹിക ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രി വെച്ചു. അവിടെ വലിയൊരു ജനാവലിയാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം 3 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ പത്തനംതിട്ടയിൽ കൊണ്ടുവരിക്കുന്നു. മത്തായിയുടെയും ബിജുവിന്റെയും ഒപ്പം നിഖിലിന്റെ മൃതദേഹമാണ് ഇവിടെ നിന്നും
പത്തനംതിട്ട ജില്ലാസിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തട്ടയിലെ സ്വകാര്യ മോർച്ചയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കും. അതിനുശേഷം പൂങ്കാവ് കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അതെന്നാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇവരുടെയൊക്കെ ബന്ധുക്കള് സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്, എത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ മൃതദേഹങ്ങൾ ഇപ്പൊ കോന്നിയിൽ നിന്നും 3 പേരുടെ മൃതദേഹങ്ങൾ, അതായത് മത്തായി, ബിജു, ഒപ്പം നിഖിൽ, ഈ 3 പേരുടെ മൃതദേഹങ്ങളും പത്തനംതിട്ട ജില്ലാസിലേക്ക് മാറ്റിയിരിക്കുന്നു. ശശി ഒന്ന് തുടരണം. ശശി, ഇപ്പോൾ കെ യു ജനീഷ് കുമാർ MLA യുടെ പ്രതികരണത്തിന് ശേഷം ശശിയിലേക്ക് മടങ്ങി വരാം. 2 ആഴ്ച മുമ്പ് നടന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. നാട്ടിൽ അറിയാവുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിന്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, ആരാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? അപ്പം ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പിതാവ് ഈ ബിജുവാണ് വാഹനം ഓടിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അമിത വേഗതയോ അല്ലെങ്കിൽ ഒന്നുകിൽ ഉറങ്ങിയതാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന പ്രാഥമിക ഒരു വിവരം. എന്തായാലും അപകടത്തിൽ വാഹനം അമിത വേഗതയിലായിരുന്നു. കാരണം തീർത്ഥാടകരുടെ ബസ്സിനകത്ത് ഈ കാറ് ഇടിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. വളരെ വേഗത്തിൽ വന്നൊരു വാഹനം മാത്രമേ അത്തരത്തിൽ ഇടിച്ചു കയറാൻ കഴിയുള്ളൂ. അത് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വന്ന് കയറിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് 2-3 പേർക്ക് നേരിയ പരിക്കുകൾ മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കാർ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഉറങ്ങിയതാകാം എന്നുള്ളതാണ് ഡ്രൈവർ കാർ ഓടിച്ചിരുന്ന ബിജു പി ജോർജ് ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് പോലീസും വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പുലർച്ചെയാണ് 4 മണിയോട് കൂടിയ സമയമാണ്. ഒരുപക്ഷെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇവരെയും കൂട്ടി വരുന്ന വഴിക്ക് ഒരുപക്ഷെ ഉറങ്ങിയതും അപകടത്തിന് കാരണമാകാം എന്നുള്ളതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അപകട മേഖലയാണ് ഈ പ്രദേശം. അത് തുടർച്ചയായി ഈ റോഡിന്റെ നവീകരണം കഴിഞ്ഞതിന് ശേഷം പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം വലിയ വേഗത്തിൽ വാഹനങ്ങൾ ഈ വഴി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇന്നോവ കാറും ടിപ്പറും കൂട്ടിയിടിച്ച ഒരു അപകടത്തിന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത്തരത്തിൽ 4 പേർക്ക് അപകടത്തിൽ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. എല്ലാ രാത്രികളിലും അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ പോലും ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്നു. 1 മാസത്തിനുള്ളിൽ 5 അപകടങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്ത് സമീപ സ്ഥലത്തുണ്ടായി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത്തരം ആ വാർത്തകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രാവശ്യം രോഗിയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്ന ആംബുലൻസ് ആണ് KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് കൂട്ടിയിടിച്ച് ഈ പ്രദേശത്ത് അപകടമുണ്ടായി. 4 പേർക്ക് പരിക്ക് കിട്ടി എന്നൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. അത്തരത്തിൽ തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അപകട വളവുകളുണ്ട്. സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടില്ല. അതല്ല, ഈ റോഡ് പണി പൂർത്തിയായെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതായത് സിഗ്നൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വെക്കേണ്ടതായിട്ടുണ്ട്. റോഡ് നല്ല സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നു, അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ അപകടത്തിൽ. ഈ റോഡ് നവീകരിച്ചതാണെന്ന് ശശിനാരായണൻ പറയുന്നുണ്ടല്ലോ ശശി. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ വാഹനങ്ങൾക്ക് അതുവഴി വരാൻ കഴിയുന്നതെന്നും പറയുന്നു. പക്ഷേ ഈ അപാകതയുണ്ട് എന്ന് നാട്ടുകാരടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. നേരത്തെ അവിടെ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണോ അങ്ങനെ? പക്ഷേ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ഈ റോഡ് വളരെ വീതി കൂട്ടി നിർമ്മാണം പൂർത്തിയാക്കിയത് അടുത്ത സമയത്താണ്. അല്ലാത്ത സമയത്ത് പുള്ളൂർ മൂവാറ്റുപുഴ സാധാരണ റോഡ് പോലെയായിരുന്നു. പക്ഷേ ഈ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇത്തരം റോഡ് വലിയ രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളവുകളൊക്കെ പല സ്ഥലങ്ങളിലും നിലവിലത്തെ സാഹചര്യത്തിൽ സ്ട്രെയിറ്റായി പോകേണ്ട സ്ഥലങ്ങളിലും വളവുകൾ നിവർത്താതെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതും അപകടത്തിന് കാരണമാണ്. അപ്രതീക്ഷിതമായിരുന്ന വാഹനങ്ങൾ, വളരെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ പോയി പരസ്പരം കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം ചിലയിടങ്ങളിലുണ്ട്. സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ബോർഡുകൾ ഇനിയും സ്ഥാപിക്കാനുള്ള നടപടികൾ, അതായത് റോഡ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നിലവിലത്തെ റോഡ് സഞ്ചാരയോഗ്യമാണ്. പക്ഷേ ഉദ്ഘാടനം ഇനിയുള്ള അതിനുള്ള പണികൾ ഇനിയും ബാക്കി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിഗ്നൽ എല്ലാ സ്ഥലത്തും ഇല്ലാത്തത്. അത്തരം കാര്യങ്ങൾ കൂടി ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡ് നല്ല വൃത്തിയായി നവീകരിച്ചതിന്റെ ഭാഗമായി വാഹനങ്ങൾ ഈ വഴി വലിയ രീതിയിൽ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കാരണം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്തതാണ് ഡ്രൈവർമാർ രാത്രിയും പകലും ഒക്കെ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുന്നത്. ഇതും
പെട്ടെന്ന് പുലർച്ചെ സമയങ്ങളിലൊക്കെയാണ് കൂടുതലും അപകടം ഉണ്ടാകുക. അത്തരം പുലർച്ചെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഉറക്കം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലും അപകടം ഉണ്ടാകാം. അങ്ങനെ നിയന്ത്രണം വിട്ടും അപകടത്തിൽപ്പെട്ട് അത്തരത്തിൽ ഡ്രൈവർമാരുടെ ഉറക്കം കാരണമൊക്കെ അപകടം സംഭവിക്കുന്നത് പതിവായി ഈ പ്രദേശത്ത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. നമ്മൾ തന്നെ 2, 3, 4 പ്രാവശ്യം ഈ ഒരു മാസത്തിനിടയിൽ അവിടുത്തെ അപകട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭാഗ്യം കൊണ്ടാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നിട്ടുള്ളത്. 4 പേർ 5 പേർക്കൊക്കെ പരിക്കുകൾ പറ്റുന്ന ഗുരുതരമായി പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ് കലഞ്ഞൂർ, കൂടൽ, നെടുമങ്കാവ്, മുറിഞ്ഞകൾ വരുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ വളവുകളുണ്ട്, ഒപ്പം സ്ട്രെയിറ്റായ ഭാഗമുണ്ട്. അത്തരത്തിൽ ഉള്ള സ്ഥലത്ത് അമിത വേഗത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തില് ദാരുണമായ ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് സത്യത്തിൽ ഈ പ്രദേശത്തെ മല്ലശ്ശേരിയിലെ പ്രദേശത്തെ നാട്ടുകാരെ വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മാസത്തോളം വിവാഹം കഴിഞ്ഞ് നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം കഴിഞ്ഞത്. പിന്നീടാണ് ഇവർ ഹണിമൂണിനായും മലേഷ്യക്ക് പോയത്. അവരെ കൂട്ടിക്കൊണ്ടു വരാൻ സന്തോഷത്തോടെ പോയ അവരുടെ 2 പേരുടെയും പിതാക്കന്മാരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വലിയ സങ്കടകരമായ വാർത്ത എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഇതിന്റെ അപകട കാരണം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുമെന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസും അത്തരത്തിലൊരു ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 3 മൃതദേഹങ്ങളും കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 3 പേരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നും തട്ടയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുക്കൾക്ക് ഇനിയും എത്താനുണ്ട്. റൂബിൻ പീറ്റർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്? 3 പേരുടെ ഇൻക്വസ്റ്റാണ് ഇവിടെ ആയിട്ടുള്ളത്. അതിനുശേഷം മകളുടെ ഇൻക്വസ്റ്റ് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം 4 മൃതദേഹങ്ങളും പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിൽ വെക്കുകയാണെന്ന്. കുറേ ബന്ധുക്കളും നിഖിലിൻ്റെ സഹോദരി കുവൈറ്റിൽ നിന്ന് എത്താനുണ്ട്. അതുകൂടി എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുന്നത്. വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ. അപ്പം കുടുംബമായിട്ട് അടുത്ത ബന്ധം ഉണ്ടല്ലോ? തീർച്ചയായിട്ടും 2 കുടുംബവുമായി വളരെ ചെറിയ പ്രായകാലം മുതൽ എനിക്ക് ബന്ധമുണ്ട്. 2 കൂട്ടരുമായും ഏറ്റവും അടുത്ത സ്നേഹം. വിവാഹത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇവരുടെ ആ ഒരു വലിയ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. വളരെയേറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി പിരിഞ്ഞത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഈ അപകടങ്ങൾ ആ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നത് റോഡിന്റെ ഒരു പ്രശ്നമുണ്ട്, അശ്രദ്ധയുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വല്ലതും വ്യക്തത ഇപ്പോൾ വല്ല ബന്ധുക്കൾ വല്ലതും പറയുന്നുണ്ട്? നമുക്ക് പൂർണ്ണമായിട്ടും ആ സമയത്ത് ആരും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ റോഡുകളിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം. അത് എന്തുകൊണ്ടാണ്? അമിതമായ സ്പീഡും നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് അമിതമായ സ്പീഡുള്ള സ്ഥലങ്ങളിൽ അതിനുവേണ്ട നിയന്ത്രണങ്ങളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി 2 കുടുംബങ്ങളാണ് ഇല്ലാതായി പോയത്. അപ്പോൾ അതൊരു വലിയൊരു വേദനയായി, നാടിൻ്റെ വലിയ വേദനയായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അത്തരത്തിൽ സങ്കടകരമായ ഒരു വാർത്തയാണ്. അത് തന്നെയാണ് നാട്ടുകാർക്കും പറയുന്നത്. കാരണം അമിത വേഗതയിലും ഒപ്പം റോഡിന്റെ ചില പ്രശ്നങ്ങളും കാരണമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി ആൻ മേരിയാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് ചികിത്സയിൽ തുടരുകയാണ്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടാന പിഴുതിട്ട പന ഇരുവരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അത്യന്തം ദാരുണമായൊരു സംഭവമാണ്. എന്താണ് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? എങ്ങനെയാണ് പരിക്കേറ്റ ആളുടെ നില എങ്ങനെയാണ്? അശ്വതി, ഇന്നലെയാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇരുവരും മരണപ്പെട്ട ആൻമേരി പാലക്കാട് സ്വദേശിനിയാണ്. ആൻമേരിയും
സുഹൃത്തും സഹപാഠി ഒപ്പം പഠിക്കുന്ന അൽത്താഫും ഇരുവരും ഇടുക്കിയിൽ നിന്ന് വരികയായിരുന്നു. കോതമംഗലത്തേക്ക് കോളേജിലേക്ക് വരുന്ന ഒരു സമയത്തായിരുന്നു, കോളേജ് ലക്ഷ്യമാക്കി വരുന്ന സമയമായിരുന്നു ഇത്. ഇവിടെ വെച്ചായിരുന്നു ഈ നേര്യമംഗലം ആ ഭാഗത്ത് കാട്ടാന ശല്യം അടക്കം നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ഇവിടെ വെച്ച് ഇരുവരും സഞ്ചരിക്കുന്ന ബൈക്കിന് നേരെ കാട്ടാന പനമരം പിഴുതെറിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ബൈക്കിന് മേലേക്ക് പതിച്ചു. ആൻമേരിയുടെ തലയ്ക്കാണ് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റത്. തുടർന്ന് ഈ പരിസരത്തുണ്ടായിരുന്ന തൊട്ടുപാടും തൊഴിലെടുക്കുന്നവർ അവരെല്ലാവരും ഈ പരിസരത്തേക്ക് ഓടിയെത്തുകയും തുടർന്ന് ബഹളമുണ്ടാക്കി കാട്ടാനയെ തുരത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആൻമേരിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആൻമേരി ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അൽത്താഫിനെ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഐസിയുവിലാണ് അൽത്താഫ് തുടരുന്നതെങ്കിലും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഉച്ചയോടുകൂടി അത് പൂർത്തിയാവും. അതിനുശേഷം 1 മണിക്ക് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം കോളേജിലെ MA കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അടക്കം പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും പാലക്കാട്ടേക്ക് സ്വദേശമായ പാലക്കാട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുക. എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യം. കാട്ടാന ആക്രമണം തന്നെ എന്ന രീതിയിൽ തന്നെയാണ് അത് പറയുന്നത്, സ്ഥിരീകരിക്കുന്നതെങ്കിലും പോലീസ് ഇതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാട്ടാന ആക്രമണം ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളെങ്കിലും പരിസരവാസികൾ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അൽത്താഫിൽ നിന്ന് ഇതുവരെയും ഒരു മൊഴിയെടുക്കാൻ അത്തരം കാര്യങ്ങളിലേക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിലും ഉച്ചയ്ക്ക് ശേഷമാണ് അൻമേരിയുടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അശ്വതി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയിൽ വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും പേരമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ഇൻഷുറൻസ് തട്ടിപ്പിന് കേസെടുത്തു. വ്യാജരേഖ ചമച്ച ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. അപകടത്തിൽ വാഹനത്തിനുണ്ടായ കേടുപാടുകൾ മാറ്റാൻ വാഹന ഉടമയായ പ്രതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകിയ വിവരമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. പ്രതി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കൊച്ചി കാക്കനാട് വാഴക്കാലയിലെ കച്ചവടക്കാരന്റെ മരണം കൊലപാതകം. വാഴക്കാല ഓത്തുപള്ളി റോഡിലെ താമസക്കാരനായ MA സലീമിന്റെ മരണത്തിലാണ് വഴിത്തിരിവ്. മോഷണ ശ്രമത്തിനിടെയാണ് സലീമിനെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനിയാണ് വിവരങ്ങളുമായി തുടരുന്നത്. ഡാനി, ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ, അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നവംബർ 30-നാണ് ഈ മരണം സംഭവിക്കുന്നത്. വീട്ടിനുള്ളിൽ മരിച്ച നിലയിലാണ് സലീമിൻ്റെ മരണം ഉണ്ടാകുന്നത്. അതിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ആക്രി വ്യാപാരം നടത്തുന്ന ഒരാളാണ്. അതിനുശേഷം പോലീസ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു അന്വേഷണം നടത്തിയിരുന്നു. കാരണം വീട്ടിനുള്ളിൽ എന്തെങ്കിലും മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ ധരിച്ചിരുന്ന 2 മോതിരങ്ങൾ അതോടൊപ്പം ആ വീട്ടിലെ ചില വസ്തുക്കൾ കാണാതായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ആ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് വളരെ അസ്വാഭാവികമായ ചില നീക്കങ്ങൾ. അവരുടെ വീട്ടിലുണ്ടായിരുന്ന 2 ജോലിക്കാരുണ്ട്. വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുന്നവരാണ്. 2 ഇതര സംസ്ഥാനക്കാരായ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇതിനുശേഷം നാട്ടിലേക്കെല്ലാം തന്നെ മടങ്ങുകയും ചെയ്തു. അതിൽ നിന്ന് ആർക്കും ഒരു അസ്വാഭാവികത തോന്നിയിരുന്നുമില്ല. പിന്നീട് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ അസാധാരണമായ രീതിയിലേക്ക് കണ്ടു. മുറിയിലേക്ക് പോകുന്നതും തിരിച്ചെത്തുന്നതുമായ ചില കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു. ഇതിനുശേഷമാണ് പോലീസ് ഇരുവരെയും തന്നെ വിശദമായി ഇവരിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർ 2 പേരും തന്നെയും തൃക്കാക്കര പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതിൽ പോലീസ് പറയുന്നത് ഇവരെ ഒരു അസ്വാഭാവിക മരണത്തിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. പിന്നീട് ഇതിപ്പോൾ കൊലപാതകം എന്ന രീതിയിലേക്ക് തന്നെ വരികയാണ്. ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇവരെ വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്ന് നഷ്ടമായ സ്വർണ്ണ മോതിരങ്ങളടക്കമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിരിക്കുന്നു. 2 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരണം വരണം. 2 പേരും ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ
കാര്യങ്ങളും വിശദാംശങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. ശരി ഡാനി, എന്തായാലും വാഴക്കാലയിലെ വ്യാപാരിയുടെ മരണം ഇപ്പോൾ കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങൻചാലിൽ വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞ സംഘട്ടനം. 6 പേർക്ക് പരിക്കേറ്റു. ഇവർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. വേണ്ടാത്ത പണിക്കല്ലോ ചെക്കന് തലവെല്ലാം മുറിഞ്ഞു. എന്തെങ്കിലും എല്ലാം ആയി തീർക്കൊന്നും ഇടാം. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുങ്ങൻചാലിൽ, അതായത് മലയോര മേഖലയിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ അയൽവാസികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് സംഘടന നടക്കുന്ന സംഭവം ഉണ്ടായത്. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഒരു വഴി തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായതാണ്. വടി ഉപയോഗിച്ച് തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ 2 പേരുടെ പരിക്ക്, 2 പേർക്ക് തലക്കാണ് പരിക്കേറ്റുള്ളത്. ഇവരെല്ലാം 6 പേരെ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തിട്ടില്ല. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു, പക്ഷെ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 2 വർഷമായി ഈ വഴിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ മധുസൂദനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ വഴിയെന്നാണ്. ആ വഴിയിലൂടെ ഇത്തരത്തിൽ കുഴി അടയ്ക്കാനും അതുപോലെ തന്നെ വീതി കൂട്ടാനുമായി അയൽവാസികൾ ശ്രമിച്ചതോടുകൂടിയാണ് സംഘർഷം ഉണ്ടായത്. പിന്നീട് വടി ഉപയോഗിച്ച് തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും നിസാര പ്രശ്നത്തിന്റെ മേലാണ് വലിയ ഒരു കൂട്ടത്തിൽ നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ ആ സംഭവ സ്ഥലത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെയുള്ള ഒരു നാട്ടുകാരൻ തന്നെയാണ് ഈ ദൃശ്യം പകർത്തിയതും. അശ്വതി, ശരി, വെള്ളരിക്കുണ്ടിൽ നാട്ടുകാർ തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷെ ആർക്കും പരാതിയില്ല, അതുകൊണ്ട് കേസെടുത്തിട്ടില്ല പോലീസ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. വീട് ഇതാ, നമ്മള് 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണും. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേനും ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ അയ്യപ്പന്മാര്. ആ കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങള് പെട്ടെന്ന് കൊച്ചിനെ ജീവനോടുകൂടെ കൊടുത്തു കൊണ്ടുവന്നു. കോന്നി അവര് പറഞ്ഞ 108 മാറ്റിയപ്പോഴത്തേനും മരിച്ചെന്ന്. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഈ അപകടം, അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടം സമീപ ദിവസങ്ങളിൽ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. രജിത്തെ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്വദേശികളുടെ ബസും കോന്നി സ്വദേശികളായ പത്തനംതിട്ട, കോന്നി, മല്ലശ്ശേരി സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഈ മല്ലശ്ശേരി സ്വദേശികളായ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ ഈപ്പൻ, ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. ഇവര് തിരുവനന്തപുരത്ത് നിന്ന്, അതായത് ബിജു ജോർജിനെയും അതുപോലെ തന്നെ മകള് അനുവിനെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിൽ
കൂടൽ മുറിഞ്ഞകലിൽ വെച്ച് പന്നൂർ മൂവാറ്റുപുഴ റോഡിലെ കൂടൽ മുറിഞ്ഞകലിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ തൽക്ഷണം 3 പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും അനുവിന് മാത്രം ജീവനുണ്ടായി. അനുവിനെ കാറിൽ അപ്പോൾ തന്നെ തൊട്ടടുത്ത കോന്നി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരും അപകടത്തിൽ മരിച്ചിരിക്കുന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടക സംഘത്തിൻ്റെ ബസ്, അത് വലിയ ആ ബസ്സിലുണ്ടായ തീർത്ഥാടകർക്ക് വലിയ അപകടങ്ങളൊന്നുമില്ല. അവിടെ 3 വീണ്ടും വാർത്തയിലേക്ക്. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നാഗ്പൂരിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി 4 മണിയോടെയാണ് ചടങ്ങ്. 30ഓളം മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കും. BJP നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയതായാണ് സൂചന. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. NCPയും ശിവസേനയുമായി ഒരു ഐക്യത്തിൽ എത്താൻ BJPക്ക് കഴിയുന്നില്ല എന്ന വാർത്തകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ശിവസേന ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒക്കെ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നാളെ ഈ വിധാൻസഭയുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. ശൈത്യകാല സമ്മേളനത്തിനായി മഹാരാഷ്ട്ര അസംബ്ലി സമ്മേളിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സ്വാഭാവികമായി അതിൻ്റെ അവസാന നിമിഷം എന്ന നിലയിൽ ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ നടക്കും. ഇപ്പോഴും ഒരു അന്തിമ രൂപമായിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും 2 ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് എന്നാണ് വ്യക്തമാകുന്നത്. ഒന്നില്ലെങ്കിൽ BJPയിലെ 15 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക, ഒപ്പം NCPയിലെ 7ഉം ശിവസേനയിലെ 8 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന ഒരു നിലപാട്. 15-8-7 എന്നൊരു ഫോർമുലയോ, അല്ലെങ്കിൽ തർക്കം രൂക്ഷമാകുന്നൊരു സാഹചര്യമാണെങ്കിൽ 10-4-4. ഇപ്പോൾ പൊതുവെ ധാരണയായിട്ടുള്ളത് 18 മന്ത്രിമാരുടെ കാര്യത്തിലാണ്. അങ്ങനെയെങ്കിൽ 10-4-4 എന്ന ഈ ഫോർമുല ആദ്യം നടപ്പിലാക്കുക, 18 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക, പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ്. ഏതായാലും അങ്ങേ അറ്റത്തേക്ക് പോവുകയാണെങ്കിലും 10 ബർത്തുകൾ ഒഴിച്ചിടണം എന്നൊരു നിലപാട് പൊതുവെ വെച്ചിട്ടുണ്ട്. കാരണം അസംതൃപ്തരും അതുപോലെ പൂർണ്ണമായി വിയോജിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അത്തരം ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ നേടിയ വലിയ വിജയത്തിൻ്റെ തിളക്കം നഷ്ടമാകും. ഈ ഒരു ഉൾപാർട്ടി പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ മുന്നണിക്കകത്തൊരു പ്രശ്നമുണ്ടായാൽ അത് ഇപ്പോൾ നേടിയ ഒരു വലിയ വിജയത്തിൻ്റെ തിളക്കം നഷ്ടമാക്കും എന്ന ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ച് ബർത്തുകൾ ഒഴിച്ചിടും. വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന വിഭാഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അവരെ പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞു നിർത്താനുള്ള ഒരു രീതി കൂടിയായാണ് അതിനെ കാണുന്നത്. ഏതായാലും 30-ലധികം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതാണ് പൊതു നിലപാട്. പക്ഷേ അത് രമ്യതയിലെത്തുകയാണെങ്കിൽ ആ നിലയ്ക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ 18 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് വ്യക്തമാക്കുന്നത്. BJP ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ റവന്യൂ ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഈ റവന്യൂവും അതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യവും BJPക്ക് തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഒപ്പം ശിവസേന കഴിഞ്ഞ തവണ നഗരവികസനവും സ്റ്റേറ്റ് റോഡ് കോർപ്പറേഷനും കൈവശം വെച്ചിരുന്നു. ശിവസേനയോട് അതിൽ ഏതെങ്കിലും ഒന്ന് ഇത്തവണ വിട്ടു നൽകേണ്ട ഒരു സാഹചര്യം വേണം. കാരണം പ്രത്യേകിച്ച് ഈ പശ്ചാത്തല വികസനം എന്നത് വലിയ ഒരു സുപ്രധാന വകുപ്പാണ്. ആ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുതരണം എന്നൊരു നിലപാട് അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഷിൻഡെ വിഭാഗം ഏതൊക്കെ വകുപ്പുകൾ ചോദിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണെന്ന്. അവർക്ക് ഇപ്പോൾ സുപ്രധാനമായ എന്തെങ്കിലും വകുപ്പുകൾ നൽകണമെന്ന ആവശ്യം ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരെ കൂടി വിശ്വാസത്തിലെടുക്കാനുള്ളൊരു നീക്കമായിരിക്കും സർക്കാർ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിൽ ഭാര്യ അറസ്റ്റിൽ. ഭാര്യ നികിതയോടൊപ്പം ഭാര്യ മാതാവിനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുരുഗ്രാമിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. IT ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ ഭാര്യ
ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു ഈ ആത്മഹത്യക്ക് ശേഷം. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അശ്വതി, ബംഗളൂരുവിലെ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് 3 പേരെയാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും, അതായത് ഭാര്യയുടെ മാതാവ്, ഭാര്യയുടെ സഹോദരൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഭാര്യയെ ഗുരുഗ്രാമിൽ വെച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇവരോട് നേരത്തെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുഗ്രാമിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. മറ്റുള്ളവരെ UPയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അത് ഇതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ബംഗളൂരുവിൽ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. അദ്ദേഹം ഈ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 24 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ഒപ്പം തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ. അതിൽ അദ്ദേഹം എങ്ങനെയാണ് തന്റെ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ ഉപദ്രവിക്കുന്നത് എന്ന് വിശദീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും തന്നെ മാനസികമായും അതിനുവേണ്ടിയാണ് തനിക്കെതിരെ ഈ കേസുകൾ, അതായത് വിവാഹേതര ഈ താൻ ഗാർഹിക പീഡന കുറ്റം ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് തനിക്കെതിരെ ഈ കേസ് കൊടുത്ത വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിവരണം ഉണ്ടായിരുന്നത്. ഏതായാലും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ കൂടെ ഈ നികിതയ്ക്കും അതുപോലെ തന്നെ ഭാര്യാമാതാവായ നിഷ, അനുരാഗ്, സഹോദരനായ അനുരാഗ് എന്നിവർക്കെതിരെ ചുമത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഗോപാലകൃഷ്ണൻ IASന്റെ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പിന്നിൽ ജയതിലകാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് N പ്രശാന്ത്. കേഡറിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇരുവർക്കുമാണ്. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പിൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ ഒളിപ്പിക്കേണ്ട ഗുരുതരമായ വിവരങ്ങളോ ചാറ്റുകളോ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ആശങ്കയെന്നും അത് ആരുമായിട്ടാണ് എന്നതാണ് അന്വേഷിക്കേണ്ടിയിരുന്നതെന്നും പ്രശാന്ത് Q18 ആരോപിച്ചു. പക്ഷെ ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മറ്റൊരു ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് എന്താണ് ഗോപാല ഈ ഗ്രൂപ്പ് എന്ന്. അപ്പോൾ ഗോപാല അതിനകത്ത് പറയുന്നത് എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടാക്കി എന്നും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇത് പക്ഷേ ആധികാരികമായിട്ട് കേട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ആരോ പറഞ്ഞിട്ടാണ് പുള്ളി ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ സ്പെക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ അത് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാള് ഗോപാലകൃഷ്ണന് സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ ആര് പറഞ്ഞാലാണ് ഒരാള് പറഞ്ഞാലല്ലേ അത് ചെയ്യുള്ളൂ. അത് ഡോക്ടർ ജയതിലകാകാം വേണമെങ്കിൽ. അങ്ങനെ ഒരു സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതൊക്കെ ആലോചിക്കും അല്ലേ? ഇതൊക്കെ ആലോചിക്കും. ഇതിലും വലിയ കാര്യങ്ങൾ ഉണ്ടാവും ആലോചിക്കാമല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ മല്ലു വാട്സ്ആപ്പ് വിവാദത്തിൽ ഇപ്പോൾ ഒരാൾ മാത്രം സസ്പെൻഷൻ ആയിട്ടുള്ളൂ. മറുവശത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ ഫോർമാറ്റ് ചെയ്യപ്പെട്ട ഫോൺ എന്നുള്ള രീതിയിൽ വേണം യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ. അതിനകത്ത് എന്തായിരുന്നു, ഇത്ര മറയ്ക്കാൻ എന്താണുള്ളത് എന്ന രീതിയിൽ ചിന്തിക്കണ്ടേ. ഒരു സാധാരണ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഇത്ര പാനിക്കാവേണ്ട കാര്യമുണ്ടോ? ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ സ്റ്റേറ്റിന് കഴിയില്ലെന്നും N പ്രശാന്ത് IAS. സസ്പെൻഷനിലായ ശേഷവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളിലൂടെ അഭിമുഖം നൽകിയതിന് ചാർജ് മെമ്മോ കിട്ടിയ ശേഷമായിരുന്നു ന്യൂസ് 18 Q18 പ്രശാന്തിന്റെ പ്രതികരണം. മാധ്യമങ്ങളിൽ അഭിമുഖം കൊടുത്തു, അങ്ങനെ ചട്ടലംഘനം നടത്തി, അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് കുറ്റാരോപണ മെമ്മോ തന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ അഭിമുഖം. അതാണ് ഞാൻ ചോദിച്ചത്. അതും ഒരു ധാർഷ്ട്യമാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എൻ്റെ എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത്
ഇറ്റ് ഡസൻറ്റ് അപ്ലൈ ടു മീ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് പോലും അവരുടെ പാർട്ടി കേഡർ സംവിധാനങ്ങളും അതെല്ലാം അന്വേഷിക്കേണ്ടേ? ഒരു സിനിമ താരങ്ങൾക്ക് അവരുടെ സംഘടനയോട് ചോദ്യം, അങ്ങനെ എല്ലാത്തിനകത്തും വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ആക്ച്വലി വളരെ കറക്റ്റ് ആയിട്ടാണ് ചോദ്യം ചോദിച്ചത്. ഓരോ സംഘടനയ്ക്കകത്ത് ഇരിക്കുമ്പോഴും ആ സംഘടനയ്ക്കുള്ള സിസ്റ്റം ഉണ്ട്, അതിന് റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഭരണഘടന വായിക്കണമെന്ന്. ആർട്ടിക്കിൾ 19(1) 2 ഒക്കെ പറയുന്നതാണ്. നമ്മൾ പാർട്ട് 3 പാർട്ട് 3 പറയുന്നത് എന്താണെന്നത് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നാണ്. സംഘടനകൾക്ക് ചെയ്യാം, സംഘടനയിൽ എന്നിട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ സ്റ്റേറ്റിന് ചെയ്യാൻ അവകാശമില്ല. എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് ഓടാനൊന്നും അല്ല നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശരിയും തോന്നുന്ന സാധനം പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം. ഇതൊന്നും പറയാൻ പ്രത്യേകിച്ച് ഒരു മുഹൂർത്തവും സാഹചര്യമൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നാട്ടുകാർ കൈയടിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. പറയേണ്ട സമയമാണ് ഇത് ചില കാര്യങ്ങൾ എന്ന് തോന്നുകൊണ്ട് മാത്രം ഇത് പറയുന്നതാണ്. ഇതെന്നെ കൊണ്ട് പറയിക്കുന്നതുമല്ലേ. എൻ പ്രശാന്ത് IAS-ഉമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. മറ്റു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സതീഷിന് നോട്ടീസ് നൽകിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 4 ചാക്കുകളിലായി 9 കോടി കുഴൽപ്പണം എത്തിച്ചെന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. കല്യാണ ക്ഷണക്കത്തിന്റെ രൂപത്തിൽ പുത്തൻ ഡിജിറ്റൽ തട്ടിപ്പുമായി ഹാക്കർമാർ. വാട്സാപ്പിൽ കല്യാണ ക്ഷണക്കത്ത് എന്ന വ്യാജേന വരുന്ന മെസ്സേജ് വഴിയാണ് ഹാക്കിംഗ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യയിൽ കല്യാണ സീസൺ ആരംഭിച്ചതോടെയാണ് പുതിയ തട്ടിപ്പുമായി ഹാക്കർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. വാട്സാപ്പിൽ അജ്ഞാത നമ്പറിൽ നിന്നും കല്യാണ ക്ഷണക്കത്ത് എന്ന വ്യാജേന വരുന്ന മെസ്സേജ് വഴിയാണ് തട്ടിപ്പ്. പ്രത്യക്ഷത്തിൽ ഇതിൽ പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി മൊബൈൽ ഹാക്ക് ആവും. ഇതുവഴി ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ ലഭ്യമാവും. നിമിഷ നേരം കൊണ്ട് പിൻ ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ കവർന്നെടുക്കാനും സാധിക്കും. ഇത്തരം തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഐഫോണുകളേക്കാൾ കൂടുതൽ ആൻഡ്രോയിഡ് ഫോണുകളിലാണ്. ഇത്തരം തട്ടിപ്പ് വഴി രാജസ്ഥാൻ സ്വദേശിക്ക് 4.5 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഇതോടെ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അജ്ഞാത നമ്പറുകളിൽ നിന്നും ക്ഷണക്കത്തുകൾ, ബില്ലുകൾ എന്ന വ്യാജേന വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണം. മാൽവെയർ പ്രൊട്ടക്ഷൻ ആപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ഇത്തരം തട്ടിപ്പുകൾ ഒരു പരിധിവരെ തടയാനാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. 6 മണിവരെ 22,000-ലധികം പേർ സന്നിധാനത്തെത്തി. മഴ മാറിയത് തീർത്ഥാടകർക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇന്നലെ 80,121 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ശബരിമലയിൽ വലിയ തിരക്കിന്നും തുടരുകയാണ്. ആശ്വാസകരമായിട്ടുള്ളത് മഴയൊന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല വെയില് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നല്ല തിരക്ക് തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 75,000-ലധികം ആളുകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തി. അതായത് രാവിലെ മുതൽ പല ഘട്ടങ്ങളിലായി മഴ പെയ്തിരുന്നു. ഇതിനിടയിലെല്ലാം അത്രത്തോളം ഭക്തർ സന്നിധാനത്തെത്തി എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു സാഹചര്യം. ഇന്ന് രാവിലെ തന്നെ, അതായത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തിരക്ക് തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മഴയുണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു 75,000-ന് താഴെ, 75,000 അല്ലെങ്കിൽ 77,000 അങ്ങനെയൊക്കെയുള്ള നിലയിലാണ്, 75,000-തോട് ചേർന്ന് നിൽക്കുന്ന കണക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അതിനപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. കാരണം മഴയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു 80,000 കടന്നുള്ള തിരക്കായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ സഞ്ചാരം അത് ഇന്നലെ മുതൽ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുവഴിയും ഇന്നലെ നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത്. ഇന്നും അതുവഴി നല്ല തിരക്കുണ്ട് എന്നുള്ളതാണ്. സത്രം വഴി കടന്നു വരാനുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും സുഗമമായ കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് മഴ മാറിയത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർത്ഥാടകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തീർത്ഥാടനം നടത്തുന്നതിനുള്ള സാഹചര്യം സന്നിധാനത്ത് ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം.
ശബരിമലയിൽ ദർശനം നടത്തി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഇന്നലെ രാത്രി പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. മുൻവർഷത്തെക്കാളും സുഗമമായി ദർശനം നടത്താനായെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പടിഞ്ഞാറൻ സുഡാനിലെ പ്രധാന ആശുപത്രിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥലത്ത് പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. പടിഞ്ഞാറൻ സുഡാനിലെ എൽ ഫാഷർ പ്രദേശം മെയ് മുതൽ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. RSFും സുഡാൻ സൈന്യവും തമ്മിൽ 2023 ഏപ്രിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 11 ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക് സു US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി. ദക്ഷിണ കൊറിയ വിദേശ സുരക്ഷാ നയങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കുമെന്നും US സഖ്യം നിലനിർത്തുമെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനും ദക്ഷിണ കൊറിയൻ പാർലമെന്റ് പ്രസിഡന്റ് യൂൻ സോക് യുനെ ഇംപീച്ച് ചെയ്തിരുന്നു. ദക്ഷിണ കൊറിയയിലേക്കുള്ള അമേരിക്കയുടെ പിന്തുണ മാറ്റമില്ലാതെ തുടരുമെന്നും പ്രസിഡന്റ് ബൈഡൻ ആവർത്തിച്ചു. പ്രസിഡന്റ് യൂൻ സോക് യുവിന് എതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ദേശീയ അസംബ്ലിയിൽ 204-85 വോട്ടുകൾക്ക് പാസായി. ഇടവേള. വീട് ഇതാ നമ്മള് 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേനും ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ അയ്യപ്പന്മാര്. ആ കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കൊച്ചിനെ ജീവനോടുകൂടെ കൊടുത്തു കൊണ്ടുവന്നു. കോന്നി അവര് പറഞ്ഞ 108 മാറ്റിയപ്പോഴത്തേനും മരിച്ചെന്ന്. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഈ അപകടം, അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടം സമീപ ദിവസങ്ങളിൽ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. രജിത്തെ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്വദേശികളുടെ ബസും കോന്നി സ്വദേശികളായ പത്തനംതിട്ട, കോന്നി, മല്ലശ്ശേരി സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഈ മല്ലശ്ശേരി സ്വദേശികളായ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി, ഈപ്പൻ, അനു. കിലോ ബോർഡ്, ഏറ്റവും മികച്ചത്, ഏറ്റവും ഉറപ്പാർന്നത്. സന്തോഷ് ട്രോഫിയിൽ 8ാം കിരീടം തേടി കേരളം ഇന്നിറങ്ങും. ഡെക്കാൻ അരീന ടർഫ് ഗ്രൗണ്ടിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഗോവയാണ് എതിരാളികൾ. പരിക്കിന്റെ പ്രശ്നങ്ങളില്ലാത്ത ആശ്വാസത്തിലാണ് കേരളം. യുവനിരയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും കിരീടം നേടാനുള്ള കരുത്ത് ടീമിനുണ്ടെന്നും പരിശീലകൻ ബിബി തോമസ് പറഞ്ഞു. UP സ്വദേശിനി കാശിഷ് മുകേഷ് അരങ്ങിലും താരമാണ്. കാസർഗോഡ് അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവ നാടക മത്സരത്തിൽ ഈ ഉത്തരേന്ത്യക്കാരിയുടെ മലയാള ഡയലോഗുകൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. നാടകത്തട്ടിലെ കണ്ണു നിറഞ്ഞുള്ള ഡയലോഗുകൾ കാശിഷിന് പുതുമയുള്ളതല്ല. ഉത്തർപ്രദേശുകാരിയായ കാശിഷ് നല്ല മലയാളത്തിൽ ഡയലോഗ് പറയുന്നത് കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും. നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദിയുടെ നൂലുകൊണ്ട് മുറിവേറ്റവർ എന്ന ആന്ധ്രയിലെ കർഷകരുടെ കഥ പറയുന്ന നാടകത്തിലാണ് കാശിഷ് തന്റെ അഭിനയ മികവ് കൂടി തെളിയിച്ചത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നെഹ്റു ബാലവേദി സർഗവേദിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു സോ മച്ച് പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഈ ഒരു സ്റ്റാൻഡിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റോള് തന്നെ എവ്രിവൺ, ഫാമിലി ആയാലും പാരന്റ്സ് ആയാലും ക്ലബ്ബത്തെ മെമ്പേഴ്സ് ആയാലും സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറയുന്നത്. ഇതുവരെ ഞാൻ പാർലമെന്റിൽ സ്പീച്ച് പറഞ്ഞായിരുന്നു. വീട് ഇതാ സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്.
ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആണ് കിട്ടിയിട്ടുള്ളത്. വെള്ളിക്കോത്ത വാടക വീട്ടിൽ അമ്മ പൂജയ്ക്കും 6 സഹോദരങ്ങൾക്കുമൊപ്പം കഴിയുന്ന കാശിഷ് ഇന്ത്യൻ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പ്രസംഗിച്ച മിടുക്കിയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി പീരുമേട്ടിലെ തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയതോടെ 100 കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ് ദുരിതത്തിലായത്. 2000 ഡിസംബറിലായിരുന്നു 3000-ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ചത്. ശമ്പളവും ആനുകൂല്യവും ഒന്നും കിട്ടിയില്ല തൊഴിലാളികൾക്ക്. ലയങ്ങൾ തകർന്നു വീണു. ചികിത്സ ലഭിക്കാതെ നിരവധി തൊഴിലാളികൾ മരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിലച്ചു. തൊഴിലാളി സംഘടനകൾ വീതം വെച്ചു നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തു നുള്ളിയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം മുന്നോട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയും അത് പുനരധിവാസം അടക്കമുള്ള കേസെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്ന സമയത്താണ് 24ാമത്തെ നമ്മുടെ ഈ വാർഷികം എന്ന് പറയാൻ പറ്റുന്നെങ്കിലും അത് അടഞ്ഞു കിടക്കുന്ന 24 മണി പൂർത്തിയാകുന്നത് ഇന്ന്. പീരുമേട് ടീ കമ്പനിക്ക് പിന്നാലെ 20ഓളം തോട്ടങ്ങൾ വിവിധ കാരണങ്ങളാൽ അടച്ചു. പിന്നീട് മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പീരുമേട് ടീ കമ്പനിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല. ഇപ്പോൾ ഉടമകൾ ഫാക്ടറികൾ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങി. എന്നെങ്കിലും തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും ഇതോടെ അസ്തമിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ മറ്റത്തൂരിൽ നടന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. 13 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. സൈലൻസ് ആൻഡ് കയോസ് ക്യൂറേറ്റഡ് എന്ന പേരിലാണ് പ്രദർശനം. ഗ്രാമീണ മേഖലയിലെ ഫോട്ടോഗ്രാഫർമാർക്കായി സ്ഥാപിതമായ ഫോട്ടോ മ്യൂസിയത്തിലാണ് പ്രദർശനം. 13 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 17 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. നിശബ്ദത എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും നിശബ്ദമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായ നിശബ്ദത ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശബ്ദമില്ലാത്തൊരവസ്ഥ നമുക്ക് എവിടെ പോയിട്ടുണ്ടാവില്ല. വലിയൊരു കാട്ടിന്റെ ഉള്ളിലായാലും അതല്ലെങ്കിൽ ജലത്തിന്റെ ഏറ്റവും അഗാധതയിലേക്ക് പോയാൽ പോലും നമുക്ക് നിശബ്ദത ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ഗ്യാലറിയുടെ ഒരു ഭാഗത്ത് സൈലൻസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ, എതിർവശത്ത് കയോസ് വിഭാഗത്തിൽപ്പെട്ടവയും. യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായ ഡോക്ടർ KB ഹരികൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ജനുവരി 10 വരെ നീളും. ന്യൂസ് 18 തൃശൂർ. ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. എന്നാൽ കൊച്ചി കുസാറ്റ് ക്യാമ്പസിന് സമീപത്തുള്ള സെന്റ് ജോൺസ് പള്ളിയിലെത്തിയാൽ വേറിട്ട ചില കാഴ്ചകൾ കാണാം. ഇവിടെ യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയൊരു ക്രിസ്മസ് വിപണി ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ലഭിക്കുന്ന പണം കാക്കനാട് ആശാഭവനിലെ അന്തേവാസികൾക്ക് നൽകുകയാണ് ലക്ഷ്യം. കൊച്ചിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നവർ വലിയ മാർക്കറ്റുകളിലേക്കൊന്നും പോകേണ്ട. കുസാറ്റ് ക്യാമ്പസിലെ സെന്റ് ജോൺസ് പള്ളിയിലെത്തിയാൽ എല്ലാം ലഭിക്കും. പുൽക്കൂടും ട്രീയും ഒരുക്കുന്നതിനും വീട് മോടിപിടിപ്പിക്കുന്നതിനും വേണ്ട അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, ക്രിസ്തുമസ് തീമിലുള്ള വസ്ത്രങ്ങളും സാന്റാ സെയിലിന്റെ ഭാഗമായുണ്ട്. ഇടവകയിലെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സാന്റാ സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വികാരി ഫാദർ ജോഷി പുതുവ, യൂത്ത് കോർഡിനേറ്റർ പ്രൊഫസർ ഷൈനി പാലാട്ടി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സാന്റാ സെയിൽ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കരുണയുടെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സെയിലിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും കാക്കനാടുള്ള ആശാഭവനിൽ താമസിക്കുന്ന മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഇൻമേറ്റ്സിന് വേണ്ടി അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ് ഈ സെയിലിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇടവകയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം സാന്റാ സെയിൽ വിജയിപ്പിക്കാൻ രംഗത്തുണ്ട്. കുസാറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. ഞങ്ങളെല്ലാവരും ഈ ഒരു സാന്റാ സെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നത് ഞങ്ങൾ കാക്കനാടുള്ള ആശാഭവനിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സാന്റാ സെയിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കാക്കനാട് ആശാഭവനിലെ അന്തേവാസികൾക്ക് നൽകാനാണ് തീരുമാനം. ക്രിസ്തുമസ് ആഘോഷത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്ന വലിയ സന്ദേശമാണ് കുസാറ്റ് സെന്റ് ജോൺസ് പള്ളിയിലെ യുവാക്കൾ നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. തൊടുപുഴയിലെ തിരക്കേറിയ റോഡിന് നടുവിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണറുണ്ട്. പുളിയൻമല സംസ്ഥാന പാതയിലെ നാടുകാണി ചുരത്തിലാണ് ഈ അപൂർവ കാഴ്ച. ഇടുക്കിയുടെ ചരിത്രത്തിനൊപ്പം തന്നെ പഴക്കമുണ്ട് ഈ കിണറിന്. നാടുകാണിച്ചുരത്തിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയ്ക്ക് നടുവിലായി ഇടുക്കി പദ്ധതിക്കായി കുരുതിക്കളത്ത് നിന്നും പന്നിമറ്റം വഴിയായിരുന്നു ഹൈറേഞ്ചിലേക്കുള്ള ആദ്യത്തെ റോഡ് നിർമ്മിച്ചത്. 1956 മലവെള്ളപ്പാച്ചിലിൽ ഈ പാത ഒലിച്ചുപോയി. ഇതേ തുടർന്ന് നാടുകാണി വഴി പുളിക്കൽ പറമ്പിന് നടുവിലൂടെ റോഡ് വെട്ടിയപ്പോഴാണ് കിണറും റോഡിന്റെ ഭാഗമായത്. കുടിവെള്ളത്തിന് വളരെ അകലെ പോകണമായിരുന്നു.
അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടറുകൾ കുത്തിയിട്ട് ലാസ്റ്റ് കിട്ടിയതാണ് ഈ കണ്ടർ. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് കളയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. നിരവധി ആളുകൾ കുടിവെള്ളം എടുക്കുന്ന കിണർ മൂടില്ലെന്ന ഉറപ്പിലാണ് റോഡിനായി ഉടമ സ്ഥലം നൽകിയത്. ആദ്യം റോഡിന്റെ ഒരു വശത്തായിരുന്നു കിണർ. എങ്കിലും ഭാരവാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ നടുവിൽ കിണർ വരുന്ന രീതിയിൽ റോഡിന് വീതി കൂട്ടി. കമ്പിവേലിയിട്ടും കരിങ്കൽ ഭിത്തി കെട്ടിയുമൊക്കെയാണ് കിണർ സംരക്ഷിക്കുന്നത്. എത്ര ചിലവ് വന്നാലും ചരിത്രത്തിന്റെ ഭാഗമായ കിണർ സംരക്ഷിക്കാനാണ് പുളിക്കൽ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന 13ാമത് അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ റഷ്യ ജേതാക്കൾ. ഇറ്റലിയാണ് റണ്ണറപ്പ്. ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചു. അഡ്മിറൽസ് കപ്പ് സെയിലിംഗ് റൊഗാട്ടയുടെ 13ാം പതിപ്പ് ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിക്ക് കീഴിലുള്ള എട്ടിക്കുളം കടലിൽ സമാപിച്ചു. റഷ്യയെ പ്രതിനിധീകരിച്ച ലഫ്റ്റനന്റ് ഗോർക്കുനോ പെട്രലിച്ച്, കമാൻഡർ ലോഷിച്ചിന പോളിന എന്നിവർ അഡ്മിറൽസ് കപ്പ് സ്വന്തമാക്കി. ടീം ഇറ്റലിയെ പ്രതിനിധീകരിച്ച മിഡ്ഷിപ്മാൻ കാർലോ ലിയോനാർഡോയും എൻസൈൻ കാമില ബെർണബയും റണ്ണറപ്പായി. ടീം ഇന്ത്യ INA പ്രതിനിധീകരിച്ച SLT ജാപ്പമാൻ അവതാറും കമാൻഡർ PK റെഡ്ഡിയും 3ാം സ്ഥാനത്തെത്തി. INA കമാൻഡ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ വിജയികൾക്ക് അഡ്മിറൽസ് കപ്പ്, റണ്ണേഴ്സ് അപ്പ് ട്രോഫി, വ്യക്തിഗത മെഡലുകൾ എന്നിവ സമ്മാനിച്ചു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 14 സ്ത്രീകൾ ഉൾപ്പെടെ 53 നാവികരാണ് 4 ദിവസമായി കപ്പലോട്ട വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാൻ ഏഴിമലയിലെത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. ഇന്ത്യ ഓസ്ട്രേലിയ ഗാബ ടെസ്റ്റിൽ ഇന്ന് 2ാം ദിനമാണ്. മഴയിൽ മുങ്ങിയ ആദ്യ ദിനത്തിൽ 13.2 ഓവർ കഴിഞ്ഞപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 28 റൺസ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയയ്ക്ക്. ഇന്ന് കളി തുടങ്ങിയപ്പോൾ കനത്ത ആഘാതമാണ് ഉണ്ടായത്. ഓപ്പണർമാരെ 2 പേരെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ മികച്ച നിലയിലാണ് ഓസീസ്. MS ഹരികൃഷ്ണൻ ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങളുമായി. ഹരി, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരം? അശ്വതി, നിലവിലത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥിതിയാണെന്ന് പറയേണ്ടി വരും. 2 വിക്കറ്റ് നഷ്ടത്തിൽ 28 റൺസ് എന്ന നിലയിൽ ഓസ്ട്രേലിയയെ തളച്ചിടാൻ ശ്രമിച്ചെങ്കിൽ പോലും സ്റ്റീവൻ സ്മിത്തും ട്രാവിസ് ഹെഡും ചേർന്ന് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 178 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ഇരുവരും വലിയൊരു പാർട്ണർഷിപ്പ് തന്നെയാണ് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആകാശ് ദീപും മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജ ഉൾപ്പെടെയുള്ള ബൌളിംഗ് നിരയ്ക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. സ്റ്റീവൻ സ്മിത്ത് അർദ്ധ സെഞ്ചുറിയിലേക്ക് കടക്കുകയാണ്. ട്രാവിസ് ഹെഡ് 66 റൺസ് എന്ന നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ബൌളർമാർക്ക് തീർത്തും നിരാശയുണ്ടാക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഗാബ ടെസ്റ്റിൽ നടക്കുന്നത്. കാരണം ഒരു വേളയിൽ പോലും അവർക്ക് ഓസ്ട്രേലിയയിൽ മേൽ ആധിപത്യം പുലർത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. 2ാം ദിനത്തിൽ ലഞ്ചിന് ശേഷം പിരിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയ വീണ്ടും വളരെ ശക്തിയോടെ തന്നെ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ 3ാം ടെസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി മാറാൻ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് 2ാം ദിനത്തിൽ ഇപ്പോൾ തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാരണം കണ്ടീഷൻസ് മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗിൽ പ്രത്യേകിച്ച് ഒരു ബൌളിംഗ് പിച്ചാണെന്നുള്ളതും കൂടി ഓർക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു സ്കോർ കെട്ടിപ്പുയർത്താൻ വിക്കറ്റ് നഷ്ടമില്ലാതെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു മേൽക്കൈയായിട്ട് തന്നെ ഈ ടെസ്റ്റ് മത്സരത്തിൽ മാറും. അത് ഇന്ത്യൻ ബൌളർമാർക്ക് തീർത്തും നിരാശ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്കാണ് മാറുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു രോഹിത് ശർമ്മയും ടീമും ഇറങ്ങിയത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലൂടെ അല്ല നിലവിൽ പോകുന്നത്. പ്രത്യേകിച്ച് ആദ്യ ദിനം മഴയിൽ 13.2 ഓവർ മാത്രമാണ് കളി നടന്നത്. പക്ഷെ 2ാം ദിനത്തിലേക്ക് വരുമ്പോഴേക്കും ഓസ്ട്രേലിയ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് 2ാം ദിനത്തിൽ ആധിപത്യം പുലർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ടെസ്റ്റ് മത്സരം അതീവ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രത്യേകിച്ച് ഈ ഒരു 3ാം ടെസ്റ്റ് മത്സരം നേടിയാൽ മാത്രമേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഒരു യോഗ്യതയിരുന്നൊരു നേട്ടം പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്വപ്നം കാണാനെങ്കിലും സാധിക്കുകയുള്ളൂ. ആ ഒരു നേട്ടത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നിർണായകമായ ലീഡിൽ നിന്നൊരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഒരു യോഗ്യത നേടണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരം പ്രത്യേകിച്ച് ഗാബയിലെ ടെസ്റ്റ് അതീവ നിർണായകമാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. സ്റ്റീവൻ സ്മിത്ത് അർദ്ധ സെഞ്ചുറിയിലേക്ക് കടന്നിരിക്കുന്നു. ട്രാവിസ് ഹെഡും അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ പാർട്ണർഷിപ്പ് എത്രയും പെട്ടെന്ന് പൊളിക്കുക, അതിനുശേഷം വരുന്ന ബാറ്റർമാരെ ഇല്ലാതാക്കുക, ഇത് തന്നെയായിരിക്കും ബൗളർമാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ് പരിക്ക് മൂലം
ഇടയ്ക്ക് വെച്ച് ടീമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അതൊരു നിരാശയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും ഫിറ്റ്നസ് നിലനിർത്താൻ മുഹമ്മദ് സിറാജിന് സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ബൌളിംഗ് നിര വീണ്ടും ദുർബലമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരുന്ന 4-5 ടെസ്റ്റ് മത്സരങ്ങളും സിറാജിന് നഷ്ടമാകുമോ എന്നുള്ളൊരു ഘട്ടവും കൂടി ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പൊളിച്ചു വാർക്കേണ്ട ഒരു ഘട്ടമുണ്ട്. 1-1 സമനിലയിൽ നിൽക്കുകയാണ് നിലവിലത്തെ സീരീസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മേൽക്കൈ നേടുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മണ്ണിൽ പോയി ഒരു മേൽക്കൈ നേടുക എന്നൊരു ഘട്ടത്തിൽ ഇന്ത്യൻ ടീം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഈ രണ്ട് ടെസ്റ്റുകളിലൂടെ ഈ മൂന്നാമത്തെ ടെസ്റ്റ് ജയിച്ചുകൊണ്ട് 2-1 എന്നൊരു ലീഡ് സ്വന്തമാക്കുക, അതും ഓസ്ട്രേലിയൻ മണ്ണിൽ നിന്ന് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആഗ്രഹം. പക്ഷേ നിലവിലത്തെ സാഹചര്യം അങ്ങനെ അനുകൂലമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടി വരും. രാവിലെ 5:50 ഇന്ത്യൻ സമയത്തിൽ ടെസ്റ്റ് ആരംഭിച്ചത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ സ്റ്റീവൻ സ്മിത്തും ട്രാവിസ് ഹെഡും ചേർന്നാണ് ഓസ്ട്രേലിയക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇന്ത്യൻ ബൗളർമാർ കണിഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരുവരെയും വിക്കറ്റിന് മുന്നിൽ കുരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിരാശകരമായ കാര്യമായി തന്നെ തുടരുകയാണ്. എത്രയും വേഗം ഈ പാർട്ട്ണർഷിപ്പ് പൊളിച്ചുകൊണ്ട് ആദ്യ ഇന്നിംഗ്സ്, ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് 2ാം ദിനത്തിൽ തന്നെ അവസാനിപ്പിക്കുക, എന്നാൽ മാത്രമേ തുടർന്നുള്ള ഇന്നിംഗ്സുകൾ സമനിലയില്ലാതെ വിജയത്തിലേക്കെങ്കിലും കുതിക്കാൻ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നഷ്ടപ്പെട്ടു, അത് നമുക്കറിയാവുന്നതാണ്. ആദ്യ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ 2ാം ദിവസത്തിൽ തന്നെ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് ഇല്ലാതാക്കുക, അതിലൂടെ എത്രയും വേഗം ഈ ടെസ്റ്റ് വരുതിയിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ആഗ്രഹം. അശ്വതി. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കാണാം. TG സജിത്ത് ചേരും. നമസ്കാരം. വീട് ഇതാ, നമ്മള് 4 മണിയാകുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേന് അയ്യപ്പന്മാരെ, ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോർ വലിച്ചിളക്കി. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാണ്, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. പിന്നെ അയ്യപ്പന്മാര്. ആ കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കൊച്ചിനെ ജീവനോടുകൂടെ കൊടുത്തു കൊണ്ടുവന്നു. കോന്നി അവര് പറഞ്ഞ 108 മാറ്റിയപ്പോഴത്തേനും മരിച്ചെന്ന്. ഇന്ന് രാവിലെ 4 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഈ അപകടം, അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടം സമീപ ദിവസങ്ങളിൽ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. രജിത്തെ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്വദേശികളുടെ ബസും കോന്നി സ്വദേശികളായ പത്തനംതിട്ട, കോന്നി, മല്ലശ്ശേരി സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഈ മല്ലശ്ശേരി സ്വദേശികളായ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ ഈപ്പൻ, ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. ഇവര് തിരുവനന്തപുരത്ത് നിന്ന്, അതായത് ബിജു ജോർജിനെയും അതുപോലെ തന്നെ മകള് അനുവിനെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടൽ മുറിഞ്ഞകലിൽ വെച്ച് പന്നൂർ മൂവാറ്റുപുഴ റോഡിലെ കൂടൽ മുറിഞ്ഞകലിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ തൽക്ഷണം 3 പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും അനുവിന് മാത്രം ജീവനുണ്ടായി. അനുവിനെ കാറിൽ അപ്പോൾ തന്നെ തൊട്ടടുത്ത കോന്നി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായത്. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരും അപകടത്തിൽ മരിച്ചിരിക്കുന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടക ബസ്, അത് വലിയ ബസ്സിലുണ്ടായ തീർത്ഥാടകർക്ക് വലിയ അപകടങ്ങളൊന്നുമില്ല. അവിടെ 3 പേർക്ക് മാത്രമാണ് ആ ബസ്സിലുള്ളവർക്ക് പരിക്ക് പറ്റിയത്. പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന 4 പേരും തൽക്ഷണം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലെ കൂടൽ മുറിഞ്ഞകൽ ഭാഗം. റോഡ് നവീകരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് വേഗത്തിൽ വാഹനങ്ങൾ എത്തി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചും പരസ്പരം കൂട്ടിയിടിച്ചും ഒക്കെ അപകടങ്ങൾ തുടർച്ചയുണ്ടാകുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 4 പേരും സംഭവ സ്ഥലത്ത് മരിച്ചൊരു വിവരം സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഈ നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞ് നവംബർ 30-നാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കാനഡയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ വിനോദത്തിന് പോയിട്ട് തിരിച്ചു വന്നാണ് നമുക്ക് അറിയുന്നത്, ബന്ധുക്കളെന്ന് അറിയാൻ കഴിഞ്ഞാൽ അവരെ തിരിച്ച് വിളിച്ചുകൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരം ഒരു അപകടമുണ്ടായത്. എന്തായാലും അപകടത്തിൽ തൽക്ഷണം